നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈറേഞ്ചിൽ കുരുമുളക് വിളവെടുപ്പ് ഊർജിതമായി. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ ചരക്ക് കൂടുതലായി വിൽപ്പനയ്ക്കെത്താം. കുരുമുളകിന് കാലാവസ്ഥാ ഭീഷണി. കുരുമുളക് വിളവെടുപ്പ് ഊർജിതമെങ്കിലും കാർഷിക മേഖലകളിലെ ചെറുകിട വിപണികളിൽ ചരക്ക് വരവ് നാമമാത്രം. നേരത്തെ നിലനിന്ന പ്രതികൂല കാലാവസ്ഥയിൽ ഒട്ടുമിക്ക തോട്ടങ്ങളിലും കുരുമുളക് മണികൾ മൂപ്പെത്തും മുന്നേ അടർന്നു വീണത് മൊത്തം ഉൽപ്പാദനത്തിൽ കുറവ് വരുത്തി. ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ആദ്യ റൗണ്ട് വിളവെടുപ്പിൽ കർഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉൽപ്പാദനം ഇതുമൂലം ഉയർന്നില്ല. കുരുമുളക് വിപണി വില മികവിൽ നീങ്ങുന്ന സന്ദർഭത്തിൽ ഉൽപ്പാദനം കൂടി മെച്ചപ്പെട്ടിരുന്നെങ്കിൽ കൃഷിയിൽ നിന്നും കൂടുതൽ നേട്ടത്തിന് കർഷകർക്ക് അവസരം ലഭിക്കുമായിരുന്നു. കിൻഡലിന് 70,000 രൂപയെ ചുറ്റുപറ്റിയാണ് മുളകിൻ്റെ ഇടപാടുകൾ. ഉയർന്ന വിലയിലും ആഭ്യന്തര ഡിമാൻഡ് ശക്തമാണ്. ദക്ഷിണേന്ത്യയിൽ ഉൽപ്പാദനം കുറയുമെന്നത് കണക്കിലെടുത്താൽ ഉത്സവ സീസണിൽ വീണ്ടും റെക്കോർഡ് പ്രകടനം പ്രതീക്ഷിക്കാം. ഉൽപ്പാദന മേഖല വിളവെടുപ്പ് നടത്തിയ കുരുമുളക് സംസ്കരിക്കുന്ന തിരക്കിലാണ്. പകൽ താപനില ഉയർന്നത് മുളക് വേഗത്തിൽ ഉണക്കാൻ അവസരമൊരുക്കും. മാസമധ്യത്തോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുതിയ മുളക് കൂടുതലായി വിൽപ്പനയ്ക്കിറങ്ങാം. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് കിലോയ്ക്ക് 693 രൂപയിലും ഗാർബിൾഡ് കിലോയ്ക്ക് 703 രൂപയിലുമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ മലബാർ മുളക് വില ടണ്ണിന് $7,900. കാലാവസ്ഥയിലെ വ്യതിയാനം കുരുമുളക് കർഷകർ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വാരം കുരുമുളക് വിറ്റ കർഷകർക്ക് കിലോയ്ക്ക് 4 രൂപ നഷ്ടം. തണുപ്പ് കൂടിയതോടെ ഉണ്ടായ മൂടൽമഞ്ഞ് കർഷകർക്ക് വിനയായി. ഇതിനിടയിൽ പെയ്ത ചാറ്റമഴ വിളവെടുപ്പിന് പാകമായ കുരുമുളകിന് ദോഷമായെന്ന് കർഷകർ പറയുന്നു. മൂടൽമഞ്ഞ് വീണതോടെ കുരുമുളക് ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായെന്ന് കർഷകർ. ഇടുക്കിയിൽ കുരുമുളക് പച്ചയ്ക്ക് തന്നെ വിറ്റ് തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ചയിലും തുടർന്ന് പച്ച കുരുമുളകിൻ്റെ ഡിമാൻഡിൽ കിലോയ്ക്ക് 300 രൂപ വരെയും വില ഉയർന്നിരിക്കുകയാണ്. കൊച്ചി ടെർമിനൽ വിപണിയിൽ ഉത്തരേന്ത്യൻ ഡിമാൻഡ് ഉണ്ടെങ്കിലും ഉയർന്ന വിലയ്ക്ക് വാങ്ങാൻ ആളില്ല. ആവശ്യക്കാരൊക്കെ ഉൽപ്പാദന മേഖലയിലെത്തി വാങ്ങുകയാണ്. അന്തർ സംസ്ഥാന കച്ചവടക്കാർ മാർച്ച് വരെയുള്ള കാലാവധിയിൽ കുരുമുളക് വാങ്ങുന്നുണ്ട്. ഇതിൽ പലരും പണം കൊടുക്കാതെ 3 ആഴ്ച അവധിയിലാണ് വാങ്ങുന്നത്. ഉൽപ്പാദനം കൂടുമെന്നും കുറയുമെന്നും രണ്ട് അഭിപ്രായം കർഷകർക്കിടയിൽ നിലനിൽക്കെ വരും ദിവസങ്ങളിൽ വില കൂടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വിളവെടുപ്പ് തുടങ്ങിയെങ്കിലും പുതിയ മുളകിൻ്റെ വരവ് കാര്യമായി എത്തിയിട്ടില്ല. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ നിന്നാണ് നാടൻ മുളക് എത്തിയത്. വില കുറയാൻ തുടങ്ങിയതോടെ വിൽപ്പനയ്ക്ക് വരവ് കൂടി. 210 ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി. തെക്കൻ മേഖലയിൽ നിന്നുള്ള മുളകിനൊപ്പം ഇറക്കുമതി മുളകായിരുന്നു കൂടുതലുമെന്ന് വ്യാപാരികൾ കണ്ടെത്തി. മുൻവാരത്തെ അപേക്ഷിച്ച് 12 ടൺ കൂടുതലാണ് വിൽപ്പനയ്ക്കെത്തിയത്. ഉത്തരേന്ത്യൻ ഡിമാൻഡ് നിലവിലുള്ളതുകൊണ്ട് വരും ദിവസങ്ങളിൽ വില കൂടുമെന്നാണ് കയറ്റുമതിക്കാരും പറയുന്നത്. കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന് ഉൾപ്പെടുത്തിയത് ഇന്ത്യ പെപ്പർ ആൻഡ് സ്പൈസസ് ട്രേഡ്സ് ഗ്രോവേഴ്സ് പ്ലാന്റേഴ്സ് കൺസോർഷ്യം കേരള ചാപ്റ്റർ കൺവീനർ സ്വാഗതം ചെയ്തു. രൂപ തകർന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നിരക്ക് ഇടിഞ്ഞു. 1 ടൺ കയറ്റുമതി നിരക്കിൽ $50 ഇടിഞ്ഞത്. ഇന്ത്യയുടെ കയറ്റുമതി നിരക്ക് 1 ടണ്ണിന് $7,900, വിയറ്റ്നാം 6,700, ബ്രസീൽ 6,300, ശ്രീലങ്ക 7,100, ഇന്തോനേഷ്യ $7,500. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.